ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഡ്രൈ ചില്ലിയാണ്. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമായത് 1 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വിനീഗറിലൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വെച്ച ബീഫാണിത്. അപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് വേവിക്കേണ്ടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ബീഫിനെ എടുത്ത് അതിലോട്ടിടാം. അപ്പോൾ ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് ബീഫ് കട്ട് ചെയ്ത് മേടിച്ചത്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും, പിന്നെ നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് വേറെ വെള്ളമോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബീഫൊക്കെ വേവിച്ച് ഞാനിതാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്ട് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഞാൻ വളരെ വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വേവിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 1 ഫിംഗർ ലെങ്ത്തിൽ, അതായത് നമ്മുടെ ഒരു ഫിംഗറിൻ്റെ ലെങ്ത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ഡ്രാഗൺ ഒക്കെ ചെയ്യത്തില്ലേ, ബീഫ് ഡ്രാഗണൊക്കെ ചെയ്യത്തില്ലേ, അതുമാതിരിയാണ് നമ്മളിത് മുറിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ഞാൻ ബീഫ് എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ വലിയ പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് നമുക്കൊന്ന് ഒരു നല്ല നീളത്തിനാക്കണം. ഇതുപോലെ നമുക്ക് നീളത്തിനാക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു 80% ബീഫ് വെന്താൽ മതി, ഒരുപാട് വേവണ്ട. അപ്പോൾ ഈ ലെങ്ത്തിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചത്. കണ്ടില്ലേ, നമ്മുടെ 1 ഫിംഗർ ലെങ്ത്തിലാണ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ അതിൽ ഞാൻ ചില്ലി ആഡ് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. എന്നാലും നമുക്കൊരു 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നമുക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏകദേശം 2 ടേബിൾ സ്പൂൺ വരും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, ഇത് ഞാൻ വീട്ടിൽ ചെയ്തെടുത്ത ഗരം മസാലയാണ്, അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ലൈം ജ്യൂസ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇതാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ എന്ത് വേണമെന്നുള്ളത്. ഇനി നമുക്കിതിൽ ഈ അരപ്പിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ബീഫിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അരപ്പിന് വേണമല്ലോ ഉപ്പ്, അപ്പോൾ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് നല്ല തിക്കാവാൻ പാടില്ല. അപ്പോൾ തിക്കാണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കാം, കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം അരപ്പൊക്കെ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. കാരണം ബീഫിൽ പുരട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബീഫിൽ നേരത്തെ നമ്മൾ ഉപ്പൊക്കെ പുരട്ടിയിട്ടുണ്ടല്ലോ, ഉപ്പൊക്കെ തേച്ചാണല്ലോ നമ്മൾ വേവിച്ചത്. അപ്പോൾ ഇനി ഈ അരപ്പിലോട്ട് നമുക്ക് ബീഫിനെ എടുത്തിട്ട് കൊടുത്ത് സ്ലോലി ഇട്ട് നമുക്ക് അരപ്പ് തേച്ചെടുക്കാം. കാരണം വേവിച്ച ബീഫ് ആയതുകൊണ്ട് ചിലപ്പോൾ ഉടയാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് വളരെ സ്ലോലി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഞാൻ ബീഫ് അരപ്പിലോട്ട് തട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പയ്യെ നമുക്കിതിലോട്ട് പുരട്ടിയെടുക്കാം. ഞാൻ അരപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തീ നമുക്കൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഒരുപാട് തീ വേണ്ട. അതിലോട്ട് നമ്മൾ ഏകദേശം നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്ലോലി അതിനെടുത്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവട്ടെ, നമുക്ക് രണ്ടാമത് സ്റ്റെപ്പ് ഇട്ട് വേറെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മറു സൈഡൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമുക്ക് ഇതിലോട്ട്, അപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്, ഇതിലോട്ട് നമുക്ക് കുറച്ച് ചില്ലി, അതായത് ഞാനിപ്പോൾ ക്യാപ്സിക്കവും റെഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അല്ല നമ്മൾ സാധാരണ ഗ്രീൻ ചില്ലി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന, അത് യൂസ് ചെയ്യാൻ ഞാൻ. ഇനി നമ്മുടെ ബാലൻസ് വന്ന നമ്മുടെ കറി ലീഫ് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നോടൊന്ന് ഡ്രൈ ഫ്രൈ ആവാൻ വേണ്ടി. നമ്മൾ പറഞ്ഞല്ലോ ഇത് ഡ്രൈ ഫ്രൈ ആണെന്ന്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ് നമുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ കുറച്ച് വേവിക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഞാൻ മുറിക്കാൻ പാകത്തിനാണ് അങ്ങനെ വേവിച്ചെടുത്താൽ. ഇല്ല നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ നീളത്തിന് ലെങ്തിയായിട്ട് കട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ടേസ്റ്റിയാണെന്ന്. അപ്പോൾ ഒരെണ്ണം ഞാൻ നോക്കട്ടെ. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഞാൻ വേറൊരു ഇതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിലോട്ട് ഏകദേശം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ക്രഷ്ഡ് ചില്ലി നമുക്ക് കിട്ടും. അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് നല്ലൊരു ഭംഗിയും കിട്ടും, നല്ല ഇച്ചിരി ടേസ്റ്റുമാണ്. അത് എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റാണ്. ഇങ്ങനെയും ചെയ്യാം, ആ മെത്തേഡും ചെയ്യാം. രണ്ട് മെത്തേഡും വളരെ ടേസ്റ്റിയാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുവരെ ആക്കി കൊടുക്കാം. ഇച്ചിരി വലിയ പാനാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലുത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഡ്രൈ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കാണുമ്പോൾ തന്നെയാണ് ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.